ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രിക മകളോട് പറയുന്നുണ്ട്, നിനക്കിഷ്ടമുള്ള എല്ലാ ഭക്ഷണവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അമ്മ ഇനി പോയി കുളിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ അത് കേട്ടതും മലർ പറയുന്നുണ്ട്, അമ്മ എന്ന് വെച്ചാൽ ഇതാ അമ്മ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രികയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. അതേസമയം മഹേന്ദ്രനും ലക്ഷ്മിയൊക്കെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ടായിരുന്നു ദീപാവലിയുടെ ഒരുക്കത്തിൽ. അപ്പോൾ ലക്ഷ്മി വന്നിട്ട് മഹേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ഈ സാരിയിൽ എന്നെ കാണാൻ എങ്ങനെയുണ്ട് എന്ന്. മഹേന്ദ്രൻ ലക്ഷ്മിയെ നോക്കി പുഞ്ചിരിക്കുന്ന സമയത്ത് ലക്ഷ്മി പറയാണ്, ചന്ദ്രിക എനിക്ക് വേണ്ടി വാങ്ങിത്തന്നതാ, എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടോ? അത് കേട്ടതും സന്തോഷത്തോടെ മഹേന്ദ്രൻ പറയാണ്, ആക്ച്വലി നന്നായിട്ടുണ്ട്, സത്യം പറഞ്ഞാൽ ഒരു 10 വയസ്സ് കുറഞ്ഞതുപോലെയുണ്ട് ഈ സാരി ഉടുത്തിട്ട്. അത് കേട്ടപ്പോൾ ലക്ഷ്മി നാണത്തോടെ പറയുന്നുണ്ട്, ഒന്ന് പോയേട്ടാ, വെറുതെ എന്നെ കളിയാക്കുമല്ലേ. അല്ല ലക്ഷ്മി, സത്യം ഞാൻ പറഞ്ഞത്. അപ്പോഴേക്കും മലര് വന്നിട്ട് മലരും പറയുന്നുണ്ട്, മുത്തശ്ശി ഈ സാരി മുത്തശ്ശിക്ക് നന്നായിട്ടുണ്ട്. അത് കേട്ടതും മഹേന്ദ്രൻ പറയാണ്, കേട്ടില്ലേ, മലര് കൂടെ പറഞ്ഞു. അങ്ങനെയാണോ മുത്തേ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി മലരിനെ ഉമ്മ വെക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ലക്ഷ്മി ഞാൻ നിന്റെ സാരിയെക്കുറിച്ച് അഭിപ്രായമൊക്കെ പറഞ്ഞു, നീ എന്താ എൻ്റെ ഡ്രസ്സിനെ കുറിച്ച് അഭിപ്രായമൊന്നും പറയാത്തത്? ഒരുപാട് നന്നായിട്ടുണ്ട് ഏട്ടാ. അപ്പോൾ മഹേന്ദ്രനും അഭിമാനത്തോടെ പറയുന്നുണ്ട്, എൻ്റെ മകള് സമ്പാദിച്ച് ആദ്യമായിട്ട് എനിക്ക് വാങ്ങിത്തന്ന ഡ്രസ്സാ. ഇത്ര വർഷം കൊണ്ട് നമ്മൾ ആഘോഷിച്ച ദീപാവലിയേക്കാളും ഈ വർഷത്തെ ദീപാവലിയാണ് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ദീപാവലി. സത്യമാണ് ഏട്ടൻ പറഞ്ഞത്. ലക്ഷ്മി അത് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ കയ്യിലിരിക്കുന്ന പൂവ് മലര് മുത്തശ്ശിക്ക് കൊടുത്തിട്ട് പറയാണ്, മുത്തശ്ശി ഈ പൂവ് വെച്ചോ, അമ്മ തരാൻ പറഞ്ഞതാ. എന്നിട്ട് അമ്മ എവിടെടാ? അമ്മ കുളിക്കാൻ വേണ്ടി പോയിരിക്കുക. ആ സമയത്ത് മലര് കൊണ്ടുകൊടുത്ത പൂവ് ലക്ഷ്മി തലയിൽ ചൂടുകയാണ്. എന്നിട്ട് മലരിനോട് പറയുന്നുണ്ട്, പ്രാർത്ഥിച്ചതിന് ശേഷം എല്ലാ നിവേദ്യങ്ങളും ദൈവത്തിന് കാണിക്ക വെച്ചിട്ട് പൊട്ടാസ് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോഴേക്കും ചന്ദ്രിക അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചന്ദ്രികയും ദീപാവലിയുടെ ഒരുക്കത്തിലാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ചന്ദ്രിക ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, അമ്മ ഈ സാരി എനിക്ക് എങ്ങനെയുണ്ട് അമ്മ? അപ്പോൾ ലക്ഷ്മി പറയാണ്, ഒരുപാട് നന്നായിട്ടുണ്ട് മോളെ. അപ്പോൾ ചെറിയൊരു നാണത്തോടെ ചന്ദ്രിക പറയാണ്, ഇത് സിദ്ധു സാർ എനിക്ക് വേണ്ടി വാങ്ങിത്തന്നതാ. അത് കേട്ടതും മഹേന്ദ്രനും ലക്ഷ്മിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. പക്ഷേ മലറിനെന്തോ അത് കേട്ടപ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നുകയാണ്. എങ്കിലും അവളൊന്നും പ്രതികരിക്കുന്നില്ല. അപ്പോൾ മഹേന്ദ്രൻ ചന്ദ്രികയോട് പറയുന്നുണ്ട്, ഇതിനേക്കാളും നന്നായിട്ട് മോൾക്ക് ആരാണ് വാങ്ങിത്തരിക? അത്രയും നന്നായിട്ടുണ്ട് ഈ സാരി. അത് കേട്ടതും ചന്ദ്രിക നാണത്തോടെ പുഞ്ചിരിക്കുകയാണ്. പക്ഷേ മലറിന് അതൊക്കെ ദേഷ്യം തോന്നുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചന്ദ്രിക ലക്ഷ്മിയോട് പറയുന്നുണ്ട്, അമ്മ ഞാൻ ജാനകി അമ്മായിക്കും ആരതിക്കും ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്, അത് അവർക്ക് കൊടുക്കണം എന്നുണ്ട്. അത് കേട്ടതും മഹേന്ദ്രനും ലക്ഷ്മിയുടെ മുഖം വാടുകയാണ്. കാരണം ജാനകി ചന്ദ്രിക കൊടുത്ത ഡ്രസ്സ് വാങ്ങിക്കില്ല എന്ന് അവർക്ക് അറിയായിരുന്നു. അപ്പോഴേക്കും സിദ്ധാർത്ഥും ദീപാവലിയുടെ ഡ്രസ്സൊക്കെ അണിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് എല്ലാവരോടായിട്ട് പറയാണ്, വാവ്, എല്ലാവരും ദീപാവലി പൊളിക്ക് തകർക്കുകയാണല്ലോ. ചന്ദ്രിക പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട് സിദ്ധുവിനോട്, ഈ ഡ്രസ്സൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോള് വാങ്ങിത്തന്നതാ. പക്ഷേ സിദ്ധു അങ്ങോട്ടേക്ക് വന്നപ്പോൾ മലറിന് ദേഷ്യം തോന്നുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് സിദ്ധുവിനോട്, ഞങ്ങളുടെ എല്ലാവരുടെക്കാളും ഡ്രസ്സിനേക്കാളും ഏറ്റവും നല്ലത് നീ ചന്ദ്രികയ്ക്ക് വാങ്ങിക്കൊടുത്ത സാരിയാണ്. അത് കേട്ട് സിദ്ധാർത്ഥ് പുഞ്ചിരിച്ചുകൊണ്ട് ചന്ദ്രികയെ നോക്കുകയാണ്. അവൾക്കും ചെറിയൊരു നാണം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്മി സിദ്ധാർത്ഥിനോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും നന്നായിട്ട് സാരി സെലക്ട് ചെയ്യാൻ നീ എങ്ങനെയാണ് പഠിച്ചത്? മലറിന് അതൊന്നും തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സിദ്ധു പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, അയ്യോ വെറുതെ എന്നെ കളിയാക്കല്ലേ അമ്മായി. സിദ്ധുവിന് നാണാവുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ ലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഒരാളെ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ആ സെലക്ഷനൊക്കെ തനിയെ വരും അല്ലേ സിദ്ധു? അത് കേട്ട് സിദ്ധുവും ചന്ദ്രികയും നാണത്തോടെ പുഞ്ചിരിക്കുകയാണ്. എന്താ സിദ്ധാർത്ഥ്, അങ്ങനെയല്ലേ? മഹേന്ദ്രൻ വീണ്ടും ചോദിക്കുന്നുണ്ട്. സിദ്ധുവിന് ആകെ നാണാവുന്നുണ്ട്. പക്ഷെ മലറിന് ഇതൊന്നും പിടിക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് സിദ്ധാർത്ഥ് മഹേന്ദ്രനോട് പറയാണ്, ഇതെനിക്ക് ചന്ദ്രിക വാങ്ങിത്തന്ന ഡ്രസ്സാ, എങ്ങനെയുണ്ട്? നല്ലൊരു വേഷമായിരുന്നു സിദ്ധാർത്ഥ് ധരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മഹേന്ദ്രൻ ചന്ദ്രികയോട് ചോദിക്കുകയാണ്, നീ വാങ്ങിക്കൊടുത്തതാണോ? അതെ അച്ഛാ. ചന്ദ്രികയുടെ സെലക്ഷനെ പറ്റി പിന്നെ പറയാനില്ലല്ലോ. ഈ ഡ്രസ്സിൽ നിന്നെ കാണാൻ ഹീറോയെ പോലെയുണ്ട്, മതിയോ? മഹേന്ദ്രൻ സിദ്ധാർത്ഥിനെ പുകഴ്ത്തിക്കൊണ്ട് പറയാണ്. പക്ഷെ സിദ്ധുവിന് അത് കേട്ടപ്പോൾ ചിരിയാണ് വരുന്നത്. ചന്ദ്രികയ്ക്കും മലരിനൊഴികെ ബാക്കി എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. ആ സമയത്ത് ചന്ദ്രിക പോയിട്ട് 2 കവർ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധു ചോദിക്കുന്നുണ്ട്, ഇതെന്താന്ന്? സിദ്ധു സർ, ഞാൻ ജാനകി അമ്മായിക്കും ആരതിക്കും ഓരോ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്, ഇത് കൊണ്ടുപോയി അവർക്ക് കൊടുക്കാമോ സർ? പക്ഷെ അത് കേട്ടതും സിദ്ധാർത്ഥിൻ്റെ മുഖം ആകെ വാടുകയാണ്. അതേ അവസ്ഥയിൽ തന്നെയാണ് മഹേന്ദ്രനും ലക്ഷ്മിയും ഉണ്ടായിരുന്നത്. സിദ്ധു സങ്കടത്തോടെ ചന്ദ്രികയോട് പറയുന്നുണ്ട്, ഞാൻ വേണേൽ കൊണ്ടുപോയി കൊടുക്കാം, പക്ഷേ നീ വാങ്ങിത്തന്ന ഡ്രസ്സാണെന്ന് അറിയുമ്പോൾ അവർ വാങ്ങിക്കോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്നാലും കൊടുത്തു നോക്കാം. സിദ്ധു ചന്ദ്രികയെ നിരാശപ്പെടുത്തുന്നില്ല. ശരി സർ, നിങ്ങളിത് കൊണ്ടുപോയി കൊടുത്തിട്ട് പ്രാർത്ഥനയുടെ പൂജയുടെ സമയമാകുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് വായോ. സാറ് ഇന്ന് ഇവിടുന്ന് വേണം ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക നീ വിളിച്ചിട്ടില്ലെങ്കിലും ഇവിടുന്ന് ആദ്യം തന്നെ ഭക്ഷണം കഴിക്കുന്ന ആൾ ഞാനായിരിക്കും.
നിന്റെ പാചകത്തിൻ്റെ മണം എൻ്റെ വീട്ടിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് നിനക്ക് അറിയുന്ന കാര്യമല്ലേ? ശരി സർ, എന്തായാലും ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് വാ. ശരി, ഞാൻ ഇത് കൊണ്ടുപോയി കൊടുത്തു നോക്കാം എന്ന് പറഞ്ഞ് സിദ്ധു അത് വാങ്ങിച്ച് അവിടുന്ന് പോവുകയാണ്. ചന്ദ്രികയും ലക്ഷ്മിയും മഹേന്ദ്രനും പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മലരുടെ മുഖത്ത് ആകെ ഒരു നിരാശഭാവമാണ്. അവളുടെ അമ്മയെ തട്ടിക്കൊണ്ടുപോകാൻ വന്ന ഒരാളായിട്ടാണ് അവളിപ്പോൾ സിദ്ധാർത്ഥിനെ കാണുന്നുണ്ടായിരുന്നത്. അതേസമയം ജാനകിയും ആരതിയൊക്കെ ദീപാവലിയുടെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആരതി നല്ലൊരു ധാവണിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അവൾ വന്നിട്ട് അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ ഈ ഡ്രസ്സിൽ എന്നെ കാണാൻ എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട് ആരതി. അമ്മ ഡ്രസ്സ് സൂപ്പറാണെന്ന് എനിക്കറിയാം, പക്ഷേ ഈ ഡ്രസ്സിൽ ഞാൻ എങ്ങനെയുണ്ടെന്നാണ് ചോദിച്ചത്. അത് പറ. അപ്പോൾ ജാനകി പറയാണ്, നിനക്കെന്താ കുറവ്? നീ എൻ്റെ രാജകുമാരിയല്ലേ, ഏത് ഡ്രസ്സ് ഇട്ടാലും എൻ്റെ മോള് സുന്ദരിയല്ലേ. അപ്പോൾ ആരതിയും പറയുന്നുണ്ട്, താങ്ക് യു അമ്മ. അപ്പോൾ ആരതി സന്തോഷത്തോടെ പറയാണ്, ഇത് തന്നെയാണ് ആകാശവും പറഞ്ഞത്, മനസ്സിലായോ? അപ്പോൾ ജാനകി ചോദിക്കുകയാണ്, ഓ അപ്പോൾ അതിൻ്റെ ഇടയിൽ ആകാശനും കാണിച്ചു കൊടുത്തോ? അറിയാതെ ആരതിയുടെ നാവിൽ നിന്ന് വന്നുപോയതാ. അവളിങ്ങനെ ചമ്മി നിന്നതാ. എന്നിട്ട് അവസാനം പറയും, കാണിച്ചു കൊടുത്തു. അപ്പോൾ ജാനകി മകളെ ഉപദേശിക്കുന്നുണ്ട്, ആരതി കല്യാണത്തിന് മുന്നേ കുറച്ച് അടുക്കത്തിലും ഒതുക്കത്തിലും നിൽക്കണം, അതാ നിനക്ക് നല്ലത്. ഓ ശരി ശരി, മതി അഡ്വൈസ്. ആരതി ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ജാനകിയും പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും സിദ്ധാർത്ഥ കവറും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ. സിദ്ധാർത്ഥ് വിളിച്ച കേട്ടപ്പോൾ ജാനകി സ്നേഹത്തോടെ പറയാണ്, വാ മോനെ, എന്താ? അമ്മ അത് പിന്നെ സിദ്ധാർത്ഥ് പറയാൻ മടിച്ച് നിൽക്കുകയാണ്. എന്താ കാര്യം എന്ന് പറ മോനെ. അപ്പോൾ സിദ്ധാർത്ഥ് പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പ്രത്യേകിച്ചൊന്നുമില്ലമ്മ, അത് ചന്ദ്രിക എന്ന് പറയപ്പോഴേക്കും ജാനകിയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ചന്ദ്രികയോ? ഈ നല്ല ദിവസത്തിൽ അവളുടെ പേരെന്തിനാടാ പറയുന്നത്? അപ്പോൾ സിദ്ധു മടിച്ച് പറയാണ്, അത് ചന്ദ്രിക ഇന്ന് ദീപാവലി ദിവസമായിട്ട് അമ്മയ്ക്കും ആരതിക്കും ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കേട്ടതും ആരതിക്കും ആകെ പേടിയാവുകയാണ്, അമ്മ എങ്ങനെ പ്രതികരിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാൻ പറഞ്ഞു, ഇന്നാ അമ്മ ഇത് വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ജാനകിക്ക് ഒരു പാക്ക് കൊടുക്കുകയാണ്. ആ സമയത്ത് ജാനകി ആ കവർ തട്ടിക്കളയുന്നുണ്ട്. പെട്ടെന്ന് അമ്മ അങ്ങനെ ചെയ്തപ്പോൾ സിദ്ധുവിന് തന്നെ വല്ലാത്തൊരു വിഷമമായിട്ടുണ്ടായിരുന്നു. ജാനകി ദേഷ്യത്തോടെ പറയാണ്, അവൾ ആരാടാ എനിക്ക് സാരി വാങ്ങിത്തരാൻ വേണ്ടിയിട്ട്? എനിക്കെൻ്റെ ഏട്ടനെ തന്നെ വേണ്ടാന്ന് ഞാൻ പറയുമ്പോൾ നീ അയാളുടെ മോളെ കൊണ്ടു നടക്കുകയാണോ? അപ്പോൾ സിദ്ധു സങ്കടത്തോടെ പറയുന്നുണ്ട്, എന്താ അമ്മ ഇത്? അവൾ ആഗ്രഹത്തോടെ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിത്തന്ന സാരിയല്ലേ ഇത്? നിർത്ത് സിദ്ധു, അവളോ നാണം ഇല്ലാതെ കൊണ്ടുതന്ന്, നീ അത് വാങ്ങിച്ചിട്ട് വരാൻ പാടുണ്ടായിരുന്നോ? നിനക്ക് നാണയില്ലേ? സിദ്ധു സങ്കടത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ആ ചന്ദ്രിക നമ്മളോട് ചെയ്ത ദ്രോഹമൊക്കെ നീ മറന്നുപോയോ? ജ്യോതിയെ കൂട്ടിക്കൊണ്ട് വന്ന് നിന്റെ അച്ഛനും ജ്യോതിക്കും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുടുംബത്തിനെ തന്നെ നാണം കെടുത്താൻ നോക്കിയവളാണ് അവൾ. അങ്ങനെയുള്ള അവൾ വാങ്ങിത്തന്ന സാരി ചുറ്റാൻ വേണ്ടി ഞാനൊന്നും അത്രയും മാനം കെട്ടവളല്ല. സിദ്ധുവിൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. ചന്ദ്രികയാണ് ശരിയെന്ന് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്, പക്ഷേ അത് പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അവനുണ്ടായിരുന്നത്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഇതുപോലെ സാരിയൊക്കെ വാങ്ങിത്തന്നു എന്ന് കരുതി നിന്നെക്കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കുന്നതാണോ അവൾ വിചാരിക്കുന്നത്? അങ്ങനെ ഒരു വിചാരം അവൾക്കുണ്ടെങ്കിൽ അത് മറന്നു കളഞ്ഞാൻ പറഞ്ഞേക്ക്. ഞാൻ മരിക്കുന്നത് വരെ നിങ്ങളെ രണ്ടുപേരെയും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. സിദ്ധുവിന് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. ആരതിക്കും അമ്മയുടെ അത്രയും ദാർഷ്ട്യത്തോടുള്ള സംസാരം കേട്ടപ്പോൾ ആരതിയും വിളിക്കുന്നുണ്ട്, അമ്മ. അപ്പോൾ ജാനകി പറയാണ്, ഈ സാരി കൊണ്ടുപോയി അവളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് വാ. സിദ്ധു സങ്കടത്തോടെ ചോദിക്കുകയാണ്, അമ്മ എന്തിനാ അമ്മ ഈ ഒരു നല്ല ദിവസം ചന്ദ്രിക ഇങ്ങനെ ഓരോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിയ പണത്തിൽ നിന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിത്തന്നത്. അത് വാങ്ങിക്കുന്നതിന് എന്താ അമ്മ അമ്മയ്ക്ക് ഇത്ര വിഷമം? ചന്ദ്രിക മറ്റാരുമല്ല അമ്മ, അമ്മയുടെ സഹോദരൻ്റെ മകളാണ്. പക്ഷെ അത് കേട്ടതും ജാനകി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക് സിദ്ധു, ആ ചന്ദ്രിക വേണമെങ്കിൽ മഹേന്ദ്രൻ ചേട്ടൻ്റെ മകളായിരിക്കാം, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ ഏതോ ഒരു പെണ്ണാണ്. ഇനി അവൾ അത് തന്നു ഇത് തന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുന്നിൽ വന്നേക്കരുത്. എന്നിട്ട് ആരതിയോട് ജാനകി അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പറയാണ്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ആരതി നിൻ്റെ ഡ്രസ്സോ? വേണ്ട ഏട്ടാ എന്ന് പറഞ്ഞിട്ട് ആരതി അമ്മയും കൂട്ടിയിട്ട് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ജാനകി വലിച്ചെറിഞ്ഞ ആ ഒരു കവറെടുത്തിട്ട് സിദ്ധു സങ്കടത്തോടെ അവിടുന്ന് പോകുന്നുണ്ട്. അതേസമയം പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ചന്ദ്രികയും ലക്ഷ്മിയും മഹേന്ദ്രനും ഒക്കെ ചേർന്നിട്ട് ഉണ്ടാക്കിയ പലഹാരങ്ങളെല്ലാം ദൈവത്തിന് മുന്നിൽ നിവേദ്യം പോലെ സമർപ്പിച്ചിരിക്കുകയാണ് വാഴയിലയിൽ. ആ സമയത്ത് മലറിൻ്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഒരുപാട് പലഹാരങ്ങളൊക്കെ കണ്ടപ്പോൾ. പിന്നെയും ചന്ദ്രിക ആർക്കോ വെയിറ്റ് ചെയ്യുന്നത് പോലെ തോന്നിയപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, ഇനി എന്താ ഉള്ളത്? എല്ലാ കാര്യങ്ങളും ചെയ്തില്ലേ, ഇനി പൂജ ആരംഭിക്കാം. അത് കേട്ട് മലരും അമ്മയെ നോക്കുകയാണ്. പക്ഷേ ചന്ദ്രിക പുറത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, ആരോ വരാനുള്ളത് പോലെ. മഹേന്ദ്രനും ലക്ഷ്മിയും പുറത്തേക്ക് നോക്കുകയാണ്, ചന്ദ്രിക എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവാതെ. അപ്പോൾ ചന്ദ്രിക കുറച്ചൊരു സങ്കടത്തോടെ പറയുന്നുണ്ട്, അല്ല സിദ്ധു സാറ് വന്നില്ലല്ലോ? അദ്ദേഹത്തോട് വരാൻ ഞാൻ പറഞ്ഞതായിരുന്നല്ലോ, അദ്ദേഹവും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ സിദ്ധുവിന് വേണ്ടിയിട്ടാണ് അമ്മ വെയിറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായപ്പോൾ മലറിന് ദേഷ്യം കയറിയിട്ടുണ്ടായിരുന്നു. സിദ്ധുവിന് വേണ്ടിയാണ് ചന്ദ്രിക വെയിറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായപ്പോൾ മഹേന്ദ്രനും ലക്ഷ്മിയും പരസ്പരം നോക്കി പുഞ്ചിരിക്കുകയാണ്.
എന്നിട്ട് മഹേന്ദ്രൻ പറയുന്നുണ്ട്, ആ മോള് പറഞ്ഞത് ശരിയാണ്, സിദ്ധു വരട്ടെ, അതിനുശേഷം പൂജ ആരംഭിക്കാം. പക്ഷേ എല്ലാവരും സിദ്ധുവിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ മലറിന് ദേഷ്യം കയറുകയാണ്. അവൾ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ എനിക്ക് വിശക്കുന്നുണ്ട്, നമുക്കിപ്പോൾ തന്നെ സ്വാമിക്കുള്ള പൂജ തുടങ്ങാം. മലറിൻ്റെ പെട്ടെന്നുള്ള ആ ഒരു മാറ്റം കണ്ടപ്പോൾ ലക്ഷ്മിക്ക് തന്നെ അതിശയാവുകയാണ്. അപ്പോൾ ചന്ദ്രിക മകളോട് പറയുന്നുണ്ട്, സിദ്ധു സാറും കൂടെ വരട്ടെടാ മോളെ, എന്നിട്ട് നമുക്ക് പൂജ ആരംഭിക്കാം. അതൊന്നും വേണ്ട, നമുക്കിപ്പോൾ തന്നെ പൂജ തുടങ്ങാം, മലര് വാശി പിടിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവളെന്താ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ എല്ലാ കാര്യത്തിനും വാശി പിടിക്കുന്നത്. മലറിൻ്റെ മുഖത്ത് വല്ലാത്ത ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും സിദ്ധാർത്ഥ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സിദ്ധുവിനെ കണ്ടപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, ആഹാ സിദ്ധു വന്നല്ലോ, എനിക്കും മലറിനും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. സോറി അങ്കിൾ, സിദ്ധു പറയാണ്. ഏയ് അതൊന്നും കുഴപ്പമില്ല സർ, എങ്കിൽ പിന്നെ നമുക്ക് പൂജ തുടങ്ങാം അല്ലേ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക പൂജ ആരംഭിക്കുകയാണ്. തേങ്ങ ഉടച്ച് പൊട്ടിച്ചതൊക്കെ സിദ്ധാർത്ഥ് തന്നെയായിരുന്നു. ആ സമയത്ത് മണിയടിക്കാൻ വേണ്ടിയിട്ട് മലറിൻ്റെ കയ്യിലാണ് മണി കൊടുക്കുന്നത് ലക്ഷ്മി. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു പ്രസാദം കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ അടുത്തേക്ക് ചന്ദ്രിക കൊണ്ടുപോവാണ്. സിദ്ധാർത്ഥാണെങ്കിൽ അതിൽ നിന്നും ചന്ദനം എടുത്തിട്ട് മലറിനാണ് ആദ്യം വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ മലരും പുഞ്ചിരിക്കുകയാണ്. പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം മഹേന്ദ്രൻ പറയുന്നുണ്ട്, മലർ ഇനി നമുക്ക് പൊട്ടാസ് പൊട്ടിക്കാം. ആ മുത്തശ്ശ, മലര് സന്തോഷത്തോടെ പറയാണ്. അങ്ങനെ സിദ്ധാർത്ഥ് പൊട്ടാസ് എടുത്ത് എല്ലാവരും ഒന്നിച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മേഘയുടെ വീട്ടിലാണെങ്കിലും മേഘയും മനോഹരനും വാസുവും ആരതിയും ഒക്കെ കൂടെ പൊട്ടാസ് പൊട്ടിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവർ മുറ്റത്തെത്തിയ സമയത്ത് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, ചന്ദ്രിക നീ വേണം തുടക്കം കുറിക്കാൻ. ഏയ് അതൊന്നും വേണ്ട, സാറ് തന്നെ ചെയ്താൽ മതി. അല്ല ചന്ദ്രിക, നീ വേണം ചെയ്യാൻ. സിദ്ധാർത്ഥ് വീണ്ടും പറയാണ്. അയ്യോ എനിക്ക് പേടിയാന്നുള്ളത് സാറിന് അറിയുന്നതല്ലേ. അച്ഛാ, അല്ലെങ്കിൽ അച്ഛൻ ചെയ്തോ, ചന്ദ്രിക പേടിയോടെ പറയാണ്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, അയ്യോ അത് പറ്റില്ല, നീ പറഞ്ഞ കേട്ടിട്ട് ഞാൻ തലയിൽ എണ്ണ തേച്ച് കുളിച്ചില്ലേ, ഇനി നീ പൊട്ടാസ് പൊട്ടിക്ക്. പക്ഷേ സിദ്ധു ചന്ദ്രികയോട് ഇങ്ങനെ വീണ്ടും റിക്വസ്റ്റൊക്കെ ചെയ്യുന്ന കേൾക്കുമ്പോൾ മലറിന് ദേഷ്യം വരികയാണ്. അതേപോലെ തന്നെ തൊട്ടടുത്ത് വീട്ടിലുണ്ടായിരുന്ന മേഘയ്ക്കും മനോഹരനും അതുപോലെ ദേഷ്യം വരുന്നുണ്ട്. കാരണം സിദ്ധുവും ചന്ദ്രികയും ഒരുപോലെ പാർട്ട്ണറായിട്ട് നിന്നിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ ചന്ദ്രിക സിദ്ധാർത്ഥിനോട് പറയുന്നുണ്ട്, സാർ എനിക്ക് പൊട്ടാസ് എന്ന് വെച്ചാൽ തന്നെ പേടിയാണ്, സാർ പകരം വീട്ടുകയാണോ, ഞാൻ നിൻ്റെ കൂടെ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രികയുടെ കൈ പിടിച്ചിട്ട് സിദ്ധു തന്നെ ചെയ്യാണ്. അത് കാണുമ്പോൾ മലറിനും ദേഷ്യം വരുന്നുണ്ട്, മേഘയ്ക്കും ദേഷ്യം വരുന്നുണ്ട്. സിദ്ധാർത്ഥും ചന്ദ്രികയും ചേർന്ന് ഒന്നിച്ചിട്ടാണ് പടക്കമൊക്കെ പൊട്ടിക്കുന്നത്. അതൊക്കെ കാണുന്തോറും മേഘയ്ക്ക് ഇങ്ങനെ കലിപ്പ് കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ മലറിനും. മാത്രമല്ല മനോഹരൻ ഇങ്ങനെ എരികേറ്റുന്നുണ്ട്. അങ്ങോട്ട് നോക്ക് മേഘ, ആ സിദ്ധാർത്ഥും ചന്ദ്രികയും കൂടിയിട്ട് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മേഘയും പറയുന്നുണ്ട്, ഇതിനെത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണം. അതിനുശേഷം സിദ്ധാർത്ഥ് തന്നെ കമ്പിത്തിരിയൊക്കെ കത്തിച്ച് എല്ലാവരുടെയും കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഭാഗത്താണെങ്കിൽ വാസുവും ആരതിയും പ്രിയയും ഒക്കെ ചേർന്നിട്ട് സന്തോഷത്തോടു കൂടി തന്നെയാണ് പടക്കമൊക്കെ പൊട്ടിക്കുന്നത്. സിദ്ധുവും ചന്ദ്രികയും ശരിക്കും പറഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ നിൽക്കുന്ന പോലെയാണ് പടക്കമൊക്കെ പൊട്ടിക്കുന്നത്. അത് കാണുന്ന സമയത്ത് മേഘ മനോഹരനോട് പറയുന്നുണ്ട്, അങ്കിൾ എന്താ ഇത്, ചന്ദ്രികയും സിദ്ധുവും ചേർന്നിട്ട് ശരിക്കും നല്ല ഹാപ്പിയാണല്ലോ, നിങ്ങളിതൊന്ന് നോക്കി നിൽക്കുകയാണോ, എന്തെങ്കിലും ചെയ്യങ്കിൾ. ഞാൻ ചെയ്തോളാം മോളെ. മേഘയ്ക്ക് അതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സിദ്ധുവും ചന്ദ്രികയാണെങ്കിൽ ശരിക്കും അവരെ അസൂയപ്പെടുത്തുന്ന രീതിയിലാണ് പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മേഘയ്ക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു സിദ്ധു ചന്ദ്രികയോട് അങ്ങനെ അടുത്തിടപഴകുന്ന കാണുമ്പോൾ. ആ സമയത്ത് മനോഹരൻ വേഗം പോയിട്ട് ഒരു പടക്കം എടുത്തുകൊണ്ട് വന്നിട്ട് അവർക്ക് നേരെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ സിദ്ധുവിൻ്റെ ചന്ദ്രികയുടെ നേരെ വന്ന സമയത്ത് അവർ രണ്ടുപേരും പേടിച്ചിട്ട് താഴോട്ടേക്ക് വീണു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണപ്പോൾ പോലും അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. അത് കാണുമ്പോൾ മേഘയ്ക്ക് ഒന്നുകൂടെ ദേഷ്യം കയറുകയാണ്. മഹേന്ദ്രനും ലക്ഷ്മിയും മലരും ഒക്കെ കൂടെ അവർ രണ്ടുപേരെയും പിടിച്ചെഴുന്നേൽപ്പിക്കാൻ വന്നിട്ടുണ്ട്. ചന്ദ്രിക നോക്കുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ കൈയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് പുറമെ മനോഹരൻ ആ സൈഡിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്, അയ്യോ എന്താ പറ്റിയത്, മേലേക്ക് പോവേണ്ട റോക്കറ്റ് താഴെ തന്നെ നിന്നോ എന്ന് ചോദിച്ച് പരിഹസിക്കുകയാണ്. അപ്പോഴാണ് അവർക്കെല്ലാം മനസ്സിലായത് അത് മനോഹരൻ്റെ പണിയായിരുന്നു എന്നുള്ളത്. മേഘയാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ നിൽക്കുകയാണ്. സിദ്ധു എഴുന്നേറ്റിട്ട് നോക്കുമ്പോൾ അവൻ്റെ രണ്ട് കൈയും പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ചന്ദ്രികയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നുകയാണ്. സിദ്ധു ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല, അതിന് മാത്രം വേദനയൊന്നുമില്ല. പക്ഷേ ചന്ദ്രികയ്ക്ക് അത് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അവൾ വേഗം അകത്ത് പോയിട്ട് ഫസ്റ്റ് എയ്ഡിൻ്റെ ബോക്സ് കൊണ്ടുവന്നിട്ട് സിദ്ധുവിൻ്റെ കയ്യിലൊക്കെ മരുന്നാക്കി കൊടുക്കുകയാണ്. ആ സമയത്തൊക്കെ ചന്ദ്രികയുടെ ആ ഒരു കെയറിങ് കാണുന്ന സമയത്ത് സിദ്ധു തന്നെ നോക്കി നിൽക്കുകയാണ്. അവരുടെ സ്നേഹം ഒന്നുകൂടി വർദ്ധിപ്പിക്കാനാണ് അത് കാരണമായതെന്ന് മേഘയ്ക്ക് മനസ്സിലായി. കാരണം സിദ്ധാർത്ഥ് പ്രണയത്തോടെ ചന്ദ്രികയെ തന്നെ നോക്കി നിൽക്കുന്നത് അവൾ കാണുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ പടക്കം പൊട്ടിക്കുന്നതൊക്കെ നിർത്തിയിട്ട് അകത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിരുന്നത്. അതിന് പുറമെ ഒരുപാട് പലഹാരങ്ങളുണ്ടായിരുന്നു. എല്ലാവരുടെയും വാഴയിലയിൽ അത് വെക്കുകയാണ് ലക്ഷ്മിയും ചന്ദ്രികയും ചേർന്നിട്ട്. അപ്പോൾ മലരിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ചോദിച്ചപ്പോൾ മലര് പറയുന്നുണ്ട് സൂപ്പറാണെന്ന്. അതുപോലെ തന്നെ സിദ്ധുവും പറയുന്നുണ്ട് ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കിയതിനൊക്കെ ചന്ദ്രിക അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി ചന്ദ്രികയോടും കൂടെ കഴിക്കാൻ പറയുകയാണ്. ചന്ദ്രിക പറയുന്നുണ്ട് അമ്മ കഴിച്ചോ, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് കഴിച്ചോളാം. അത് വേണ്ട, രാത്രി ഒരുപോലെ കണ്ടക്കാതെ നീ ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് നീ തന്നെ കഴിക്ക് എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്.
അപ്പോൾ സിദ്ധു അതിശയത്തോടെ ലക്ഷ്മിയോട് ചോദിക്കുകയാണ്, ഇതൊക്കെ ചന്ദ്രിക ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണോ? അതെ സിദ്ധു, നമുക്കൊന്ന് ഉറങ്ങിയിട്ട് ഒരു 3 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷേ ചന്ദ്രിക ഞങ്ങളൊക്കെ ഉറങ്ങിയതിന് ശേഷം തനിയെ ഉണ്ടാക്കിയത് ഇതത്രയും. ചന്ദ്രിക ഉണ്ടാക്കി ഓരോരോ പലഹാരങ്ങൾ എടുത്ത് കഴിക്കും തോറും സിദ്ധു അവളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. മൈസൂർ പാക്കൊക്കെ അത്രയ്ക്കും ടേസ്റ്റിയാണെന്ന്. അതുപോലെ മഹേന്ദ്രനും പറയുന്നുണ്ട് ലഡുവൊക്കെ എടുത്ത് കഴിച്ചു നോക്കാൻ, അതൊക്കെ ഒരുപാട് സൂപ്പറാന്ന്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, അച്ഛൻ എന്നെ വല്ലാതെ പുകഴ്ത്തുന്നുണ്ട്. അല്ല മോളെ, ഞാൻ സത്യ പറഞ്ഞത്. ഓരോന്നോരോന്ന് ടേസ്റ്റ് ചെയ്തിട്ട് സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക സൂപ്പർ ആക്കിയിട്ടുണ്ട്. ഇഡലി, കറി, അതിന് പുറമെ പലഹാരങ്ങൾ ഒക്കെ ഓരോന്നിനേക്കാളും മെച്ചാണ്. ചന്ദ്രിക വീണ്ടും മലറിനോട് ചോദിക്കുകയാണ്, മലർ നിനക്കെല്ലാം ഇഷ്ടപ്പെട്ടോ? എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു അമ്മ. മലരും പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്. ആ സമയത്ത് മഹേന്ദ്രനും ലക്ഷ്മിയും കൂടി എന്തോ സംസാരിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ് വേഗം തന്നെ ചന്ദ്രികയുടെ വായിലേക്ക് ഒരു ഉരുള ഭക്ഷണമായി കൊടുക്കുകയാണ്. പെട്ടെന്ന് സിദ്ധു അങ്ങനെ ചെയ്തപ്പോൾ ചന്ദ്രികയ്ക്കും തടുക്കാൻ സാധിച്ചില്ല. അവളുടെ വായിൽ ആ ഭക്ഷണം വാങ്ങിക്കുന്നുണ്ട്. അത് കാണുന്ന മലറിന് വല്ലാത്ത ദേഷ്യം തോന്നുകയാണ്. അപ്പോൾ ചന്ദ്രിക ഭക്ഷണം കഴിച്ചതിന് ശേഷം സിദ്ധുവിനോട് പറയുന്നുണ്ട്, എന്താ സർ, അച്ഛനും അമ്മയും ഉണ്ട്, അതിനെന്താ ചന്ദ്രിക, അവർക്കൊക്കെ അറിയുന്നതല്ലേ, ഇനി നീ എനിക്കൊരു വായിക്ക് വാരിത്താ. ചന്ദ്രിക പേടിയോടെ അച്ഛനെയും അമ്മയും നോക്കുകയാണ്. അപ്പോൾ സിദ്ധു ഭീഷണിപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട്, ചന്ദ്രിക നീ ഇപ്പം എനിക്ക് വാരി തന്നില്ലെങ്കിൽ ഞാൻ ഉറക്കെ പറയും. അപ്പോൾ ചന്ദ്രിക പേടിയോടെ സിദ്ധുവിന് വേഗം വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. പക്ഷേ ഇതൊക്കെ കാണുന്ന മലറിന് വല്ലാത്ത ദേഷ്യമാണ് തോന്നുന്നത്. സിദ്ധുവിനെ തൻ്റെ കൂട്ടുകാരനായിട്ടാണ് അവൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിലുപരി ഇപ്പോൾ തന്നെക്കാളും കൂടുതൽ അമ്മയ്ക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് കാണുമ്പോൾ മലറിന് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.